എൻ്റെ പേര് റൂബൽ സെബാസ്റ്റ്യൻ. ഞാൻ അമേരിക്കയിലെ നേഴ്സാണ്. ഇതെൻ്റെ വൈഫ് ആൻമരിയ ജോസ്. എനിക്ക് 3 മക്കളാണുള്ളത്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീട് വെക്കുക എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വീട് ഇരിക്കുന്നിടം എൻ്റെ തറവാട് വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കളിച്ചു വളർന്നതും ജനിച്ചതും ഒക്കെ ഇവിടെയാണ്. അപ്പം ഞങ്ങൾ അമേരിക്ക ചെല്ലുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ നൊസ്റ്റാൾജിക് ഫീല്. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ഇവിടെ തന്നെ വീട് വെക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. അങ്ങനെ ഒരുപാട് പേരെ തപ്പി, ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ അവസാനം ഞങ്ങൾ ഡിയോ ഹോമിൽ എത്തിച്ചേരുക ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഈ നല്ലൊരു മനോഹരമായ ഒരു വീട് അവർ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നു. ഒരു വീട് പണിതിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ അമേരിക്കയിലായിരിക്കുമ്പോൾ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. അന്നേരം ഞാനാണ് അതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത്. ഒരുപാട് പുതിയ വീടുകളുടെ ഡിസൈൻസ് ഒക്കെ ഞങ്ങളിങ്ങനെ തപ്പി നടന്നു. അന്നേരം ഇങ്ങനെ കുറെ സ്പെസിഫിക് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻസ് ഞങ്ങൾ ഡിയോ ഹോംസിൽ കണ്ടു, വെബ്സൈറ്റിൽ. അപ്പോൾ അവരുടെ കോൺടാക്ട് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വീട് പണിയാമെന്ന് ഡിസൈഡ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ US ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തത്. ഈ വീട് വെക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ആരെ അപ്രോച്ച് ചെയ്യണതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ US വെച്ചാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവളാണ് കൂടുതൽ ആൾക്കാരെയൊക്കെ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക, കുറേ പേരെ വെബ്സൈറ്റിൽ തപ്പുക, അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ഇതിനിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട് കണ്ടത് കാരണം നിങ്ങളുടെ ഒരു ഡിസൈൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ് നമ്മളെ അട്രാക്ട് ചെയ്തത്, കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ കാരണം. അപ്പം അങ്ങനെ ഞങ്ങൾ ക്രിയോയെ ബന്ധപ്പെട്ട് ക്രിയോയായിട്ട് സംസാരിച്ചു. അപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ക്രിയോയോട് പറഞ്ഞു. അപ്പം ആവശ്യങ്ങളനുസരിച്ചാണ് അവർ ഞങ്ങൾക്ക് പ്ലാൻ വരച്ചത്. അപ്പം ഞങ്ങൾ ഇനിഷ്യലി ഞങ്ങൾക്ക് ഒരു 1, 2, 3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ എൻജിനീയേഴ്സുമായിട്ട്. അതായത് എനിക്ക് തോന്നുന്നു മിസ്റ്റർ ശ്രീരാഗ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ ആയിരുന്നു അവിടുത്തെ. അപ്പം ശ്രീരാഗുമായിട്ട് ഞങ്ങൾക്കൊരു 3 മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ US വെച്ച് തന്നെ. അപ്പോൾ അതിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെല്ലാം ശ്രീരാഗിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്ര ബെഡ്റൂം വേണം, ഇന്ന സ്പേസുകൾ ഞങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഹോം തിയേറ്റർ വേണം, 2 ലിവിങ് റൂം, 2 കിച്ചൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങൾക്കൊരു ഡ്രോയിങ് തന്നു ഞങ്ങൾക്ക് ഇനീഷ്യലി. സോ ഞങ്ങൾക്കത് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു സൈസ് ഉണ്ടായിരുന്നു. അപ്പം സൈസ് കുറച്ചൊരു പ്രശ്നമായി ഞങ്ങൾക്ക് ആദ്യമേ. കാരണം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത സൈസിലല്ലായിരുന്നു വരച്ചു വന്നപ്പോഴത്തേക്കും. പക്ഷെ അതിൻ്റെ ആ ഒരു മനോഹാരിത കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതിൽ തന്നെ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് തോന്നി. കാരണം ഞങ്ങൾ സൈസ് ഒരു മാറ്ററായിട്ട് ഞങ്ങൾക്ക് കൺസിഡർ ചെയ്തില്ല. എന്നിട്ട് പോലും ഞങ്ങളത് ആ പ്ലാനിൽ ഞങ്ങൾ കുറച്ച് തന്നു. പിന്നെ സൈറ്റ് സൂപ്പർവൈസറിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമുക്ക് വീടിന്റെ പണി എത്ര വരെയായി എന്നുള്ള അപ്ഡേഷൻസ്, ഫോട്ടോസ് എല്ലാം എടുത്ത് അയച്ച് തരുമായിരുന്നു. അപ്പൊ നമുക്കൊരു ടെൻഷൻ ഇല്ല. അവരുടെ അകലിരുന്നല്ലേ, ഇത്ര അകലിരുന്നാകുമ്പോൾ ഇവിടെ പേരൻസ് മാത്രമേ ഉള്ളൂ, നോക്കി നടത്താൻ വേറെ ആരുമില്ല. അപ്പൊ അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ അങ്ങനെ നടക്കും. ഞങ്ങൾ അതിന്റെ വറി ആയിട്ടില്ല ഇതുവരെ അതിനെക്കുറിച്ച് ഓർത്ത്. സൈറ്റ് സൂപ്പർവൈസറെ കുറിച്ച് പറയുമ്പം പേരും നിർബന്ധമായിട്ടും എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ജിജോ എന്ന് പറഞ്ഞൊരു സൈറ്റ് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ആദ്യമേ. അപ്പം ജിജോയും വളരെ ഭംഗിയായിട്ട് ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന വേറൊരു സൈറ്റ് സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല, അജിനും വളരെ ഭംഗിയായിട്ട് അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ കീ തരുവോളം വരെ അജിനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് നല്ലപോലെ സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി. ഇവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് 2024 മെയ് മാസം 19-ാം തീയതി ആയിരുന്നു ഞങ്ങൾക്ക് കീ തരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ വന്നതും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ US-ലായിരുന്നു. അപ്പം ഞങ്ങൾ US-ൽ നിന്ന് വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയമായിരുന്നു ഇങ്ങോട്ട്. ഈ നാട്ടിലോട്ട് വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് മെയ് മാസം തന്നെ വരണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജൂണിൽ അഡ്മിഷൻ എടുക്കണമായിരുന്നു പിള്ളേരുടെ. അപ്പം പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ മെയ് മാസം വരുമെന്ന് ഞങ്ങൾ നേരത്തെ ക്രിയോയിലെ ടീമിനോട് പറഞ്ഞായിരുന്നു. അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അതനുസരിച്ച് വർക്കേഴ്സിനെ ഇറക്കി മാക്സിമം സ്പീഡപ്പ് ആയിക്കോളാം. കാരണം അവർക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇത് വർക്ക് ഫിനിഷ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും. കാരണം ആ സമയത്ത് കറക്റ്റ് മഴ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാരണം എപ്പോഴാണ് മെയ് 10th കൂടിയാന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ വന്നിറങ്ങിയത് മെയ് 12-നാണ്. അപ്പോൾ മെയ് 10th കൂടി ഹെവി ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൺസ്ട്രക്ഷനെ ചെറിയ തോതിൽ ബാധിച്ചു. പക്ഷെ എന്നാലും അവരത് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റി. കാരണം അവർ കൂടുതൽ വർക്കേഴ്സിനെ ഇട്ട് അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ 19-ാം തീയതി തന്നെ മെയ് 19 അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾക്ക് കീ തരുകയും അന്ന് തന്നെ ഞങ്ങൾക്കത് ഹൗസ് വാമിംഗ് നടത്താനും സാധിച്ചു. പിന്നെ ഞങ്ങൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ഞങ്ങൾ കയറി താമസിച്ച് ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻജോയ് ചെയ്തത്. ഞങ്ങളുടെ ഡാഡി ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു.
ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ റിയലി ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഒരു എന്താ പറയുക, ഹോട്ടൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫീലിലായിരുന്നു ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അത്രയും മനോഹരമായിട്ടാണ് അവർ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് മൈന്യൂട്ട് മെയിൻ്റനൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല, അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസേ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവർ ചെക്ക് ചെയ്യാതെ പോയതോ അങ്ങനെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷെ. പക്ഷെ എന്നിരുന്നാലും അവരത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴേ, ക്രിയോയിൽ വിളിച്ചു പറയുമ്പോഴേ പിറ്റേ ദിവസം തന്നെ അവർ ആളെ വിടുക, എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക, പിന്നെ അതുപോലെ എല്ലാ രീതിയിലുള്ള മെയിൻ്റെനൻസ് ചെയ്യുക. ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ ഇവൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം കാർപ്പൻ്റർ ആണെങ്കിൽ പോലും, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവര് ഏത് തരത്തിലുള്ള മെയിൻ്റെനൻസ് വേണമെന്ന് പറഞ്ഞാൽ അവരോടി വരിക, അവരോടി ആളെ അറേഞ്ച് ചെയ്യുക. കാരണം അവർക്ക് ഒരുപാട് സൈറ്റ് ഉണ്ട്. ഇപ്പം ക്രിയോയ്ക്ക് ഒരുപാട് സൈറ്റ് ഉണ്ട്. ഇപ്പം ഞാനിപ്പം ഉള്ളത് കോട്ടയത്ത് തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ. അപ്പൊ അവർക്ക് തീക്കോയ്ക്ക് അടുത്ത് ഇപ്പൊ പാലായിൽ, അതുപോലെ തന്നെ എരുമേലിയിൽ, അങ്ങനെ ഒരുപാട് സൈറ്റുകൾ അവർക്കുണ്ട്. അപ്പൊ അവർക്ക് വർക്കേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചലഞ്ചസ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അവർക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അവരോട് പറയുന്ന പോലെ തന്നെ അവര് ആൾക്കാരെ സെൻഡ് ചെയ്യും. നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ഏത് വർക്ക് ഉണ്ടെങ്കിലും അവര് സെൻഡ് ചെയ്യും. അതായത് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, അവര് നമുക്ക് അവരുടെ വർക്ക് കഴിഞ്ഞ് പോയാൽ അവര് നമ്മളെ എന്താ പറയാ, നമ്മളെ ഇട്ടിട്ട് പോകുന്ന ഒരു ടീമായിട്ടല്ല എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അവര് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടത് എന്താ പറയാ, നമ്മൾ അച്ചീവ് ചെയ്യുവോളം വരെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുവോളം വരെ അവർ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ എല്ലാം ചെയ്തു തരും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്.